തിരുമൂലദേവന്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ ഉടലിൻ പഞ്ചഭേദത്തിലെ അവസാന ഭാഗങ്ങളിലേക്ക് നാം കടക്കുകയാണ്. നോക്കാം. നോക്കൂ. ദേഹങ്ങൾ പലതായാലും ജീവന്മാരാത്മാവാകും ഏകം എന്നറിഞ്ഞിടൂ. ഘടങ്ങൾ പലതായാലും കതിരവനേകൻ താൻ എല്ലാത്തിലും പ്രകാശിച്ചുളവാക്കിയിടുന്ന അനേകം നിഴലുകൾ എന്ന പോലെ. എപ്രകാരമാണോ ഒരു സൂര്യൻ ജ്വലിക്കുമ്പോൾ അതിൻ്റെ പ്രകാശരശ്മികൾ ഘടത്തിൽ, കുടം, അനേകം കുടങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. അതിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടെന്നും സങ്കല്പിക്കുക. അവയിലെല്ലാം തന്നെ സൂര്യൻ്റെ പ്രതിബിംബം പ്രതിഫലിച്ച് കാണാൻ കഴിയും. ഒരേ ഒരു സൂര്യൻ, ആകാശത്തിലെ ഒരേ ഒരു സൂര്യൻ പല പല സൂര്യന്മാരായി ഈ പല പല കുടങ്ങളിലെ വെള്ളത്തിൽ പ്രതിബിംബിച്ച് കാണാൻ കഴിയും. പക്ഷെ ഒറ്റ സൂര്യനാണ്. അതേപോലെ ഏകമായ ആത്മാവ് അനേകം ജീവന്മാരിൽ പ്രതിബിംബിച്ച് നിൽക്കുന്ന കാഴ്ച നാം കാണുന്നു. അപ്പോൾ ഒരേ ഒരു ആത്മാവ്, ആ ആത്മാവാണ് എല്ലാ ജീവനുകളിലും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അത് അതിൻ്റെ പ്രതിബിംബമാണ്. ആ പ്രതിബിംബ ഭാവം, ആത്മാവ് എന്ന സൂര്യബിംബത്തിൻ്റെ പ്രതിബിംബങ്ങളാണ് എല്ലാ ജീവന്മാരിലും തുടിച്ചു നിൽക്കുന്ന പ്രകാശം എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അത് ഉപനിഷത്തുകളുടെയും ഭാരതീയ ദർശനങ്ങളുടെയും ഒരു സാധാരണ അലങ്കാര കൽപ്പനയിലൂടെയാണ് തിരുമൂലദേവനും ഈ സത്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഒരേ ഒരു ആത്മാവ് പലതായി ജീവന്മാരിൽ പ്രകടീഭവിച്ച് കാണാൻ കഴിയുന്നു. അപ്പോൾ ഒരേ ഒരു ആത്മാവേ ഉള്ളൂ. സൂര്യൻ എപ്രകാരമാണോ ആകാശത്തിലെ ഒരേ ഒരു സൂര്യബിംബം എന്നതുപോലെ ഒരേ ഒരു ആത്മാവ് മാത്രം ഈ പ്രപഞ്ചങ്ങളിലെല്ലാം പ്രതിഫലിച്ചു നിൽക്കുന്ന ജീവന്മാരെല്ലാം തന്നെ ഈ ഒരേ ഒരു ആത്മാവ് തന്നെയാണ് എന്ന സത്യം തിരിച്ചറിയുക. ഇനി അടുത്ത് നോക്കൂ. അരികളെ പായിച്ചിടാൻ വിരുതുള്ള കുതിര നന്നായി ഗമനം ചെയ്യുന്നു കാണാം. നിമ്നോന്നതങ്ങളെ പായി അതുപോലെ പ്രകാശിച്ചിടും ജീവനും വിവിധ ദേഹജാലങ്ങൾ ഏതിലും മുൻ കർമാനുസാരിയായി. അപ്പോൾ എങ്ങനെയാണ് ഈ ആത്മാവ് ജീവന്മാരിൽ പ്രതിബിംബിച്ച് നിൽക്കുന്നത്? എല്ലാ കുടങ്ങളിലും ഒരേപോലെയല്ല സൂര്യൻ്റെ പ്രതിബിംബം കാണുന്നു. ആ കുടത്തിൻ്റെ ആകൃതി അനുസരിച്ച്, ആ ജലത്തിൻ്റെ പ്രകൃതി അനുസരിച്ചിട്ട് ഈ പ്രതിബിംബത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതേപോലെ എല്ലാ ജീവന്മാരിലും ഒരേ തരത്തിലല്ല ആത്മാവ് പ്രകാശിക്കുന്നത്. ചിലർ 100% ആത്മാവ് പ്രകാശിച്ചു നിൽക്കുന്നു. ജ്ഞാനികളിൽ അങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേ നിൽക്കുന്നു. എന്നാൽ അജ്ഞാനികളിൽ ഈ പ്രകാശത്തിൻ്റെ ഒരു നേരിയ നിഴൽ മാത്രമേ കാണുള്ളൂ. അതായത് ഓരോ വ്യക്തിയുടെയും കർമാനുസാരിയായി, ആ വാക്കാണ് ഇവിടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ തിരുവല്ലം ഭാസ്കരൻ നായർ ഉപയോഗിച്ചിരിക്കുന്നത്. കർമ്മത്തിനനുസരിച്ച്, കഴിഞ്ഞ ജന്മത്തിൻ്റെയും ഈ ജന്മത്തിലെയും ചെയ്ത കർമ്മങ്ങനുസരിച്ച് അതിൽ ആത്മാവിൻ്റെ പ്രതിബിംബം ഏറിയോ കുറഞ്ഞോ പലതരത്തിൽ നമുക്ക് ദർശിക്കാം. നോക്കൂ. അരികളെ പായിച്ചിടാൻ വിരുതുള്ള കുതിര നന്നായി ഗമനം ചെയ്യുന്നത് കാണാം നിമ്നോന്നതങ്ങളിൽ. അരികളെ പായിക്കുന്ന വിരുതുള്ള കുതിരകൾ, ആ കുതിരയാകുന്ന പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ആ കുതിരകൾ അരികളെ പായിക്കാൻ, ശത്രുക്കളെ നശിപ്പിക്കാൻ
വേണ്ടി പാഞ്ഞു പോവുകയാണ്. അങ്ങനെയുള്ള ആ കുതിര നിമ്നതലങ്ങളിലും ഉന്നത തലങ്ങളിലും ഒരേപോലെ തന്നെ ഗമനം ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ നിമ്നോന്നതങ്ങളിൽ, ഉയർന്ന പ്രദേശത്തും താഴ്ന്ന പ്രദേശത്തും ഒരേപോലെ അരികളെ പായിക്കാൻ, ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഗമനം ചെയ്യുന്നു. അതുപോൽ പ്രകാശിച്ചിടും ജീവനും വിവിധ ദേഹജാലങ്ങളേതിലും മുൻകർമാനുസരിയെ. അതേപോലെ ജീവനും പ്രകാശിച്ചിടുന്നു വിവിധ ദേഹജാലങ്ങളിൽ. അനേകം ജീവജാലങ്ങളിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ പലതരത്തിലും കുതിരകളെ പോലെ തന്നെ പാഞ്ഞു പോകുന്നു. ചില കുതിരകൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവയായിരിക്കാം, ചില കുതിരകൾ മുടന്തുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചിലത് രോഗബാധിതമായിരിക്കാം. അതെല്ലാം ഈ ജീവന്മാരുടെ പ്രത്യേകതയാണ്. എങ്ങനെ? കർമ്മത്തിനനുസരിച്ച്, കർമാനുസാരിയായിട്ട് ഈ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമകളാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്തിൻ്റെ അടിമയാണ്? കർമ്മത്തിൻ്റെ അടിമകളാണ്. കർമാനുസാരിയായിട്ട് മാത്രമേ ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള ജീവചര്യകളാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇഴത്താനോ പുകഴ്ത്താനോ ഒന്നും പറ്റില്ല. കാരണം അയാൾ ഏത് തരത്തിലുള്ള കർമ്മങ്ങളാണോ ചെയ്തത് അതനുസരിച്ച് കർമാനുസാരിയായിട്ടായിരിക്കും അയാൾ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ കർമ്മം, അതുകൊണ്ടാണ് കർമ്മം എപ്പോഴും നിഷ്കാമമായിരിക്കണമെന്നും ശ്രേഷ്ഠമായിരിക്കണമെന്നും എല്ലാം പറയാൻ കാരണം. കർമ്മത്തിൻ്റെ ശ്രേഷ്ഠത, കർമ്മത്തിൻ്റെ നിഷ്കാമ കർമ്മത്വം, ഇതെല്ലാം ഒരു സാധകൻ്റെ ജീവിതത്തെ വളരെ വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കും. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളെ അവയുടെ ലക്ഷ്യസ്ഥാനമായ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് പായിക്കാൻ കഴിയും. ആ ഉത്ഭവസ്ഥാനം ആത്മാവാണ്. അപ്പോൾ ആത്മാവാകുന്ന ലക്ഷ്യത്തിലേക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന അല്ലെങ്കിൽ ജീവനാകുന്ന കുതിരകളെ വളരെ വേഗത്തിൽ, കർമ്മം നല്ലതാണ് എങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമെന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ വളരെ വലിയൊരു രഹസ്യം കൂടി ഇവിടെ തിരുമൂലദേവൻ പറയുന്നു. ഇത് ഭാരതീയ ദർശനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയുള്ള ദർശനമാണ്. അതായത് കർമ്മത്തിനനുസരിച്ച് ഓരോരുത്തർ ജീവിതം നയിക്കുന്നു. അപ്പോൾ ശ്രേഷ്ഠ കർമ്മങ്ങൾ, മഹത്തായ കർമ്മങ്ങൾ, നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അയാളുടെ ജീവനാകുന്ന കുതിരകൾ മുന്നോട്ടേക്ക് ലക്ഷ്യസ്ഥാനമായ ആ ആത്മസുഖത്തിലേക്ക്, ആത്മാവിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. പിന്നെ നോക്കൂ, പുണ്യപാപങ്ങൾ രണ്ടും അനുഭവമുണ്ടീടനായി തന്നുടലെടുത്തുറന്നു വിട്ടു പോകുന്നു ജീവൻ. നരകത്തിൽ ചെന്നിരുന്ന പാപത്തിൽ ഫലത്തെയും സ്വർഗത്തിൽ ചെന്നിരുന്ന പുണ്യവും ഉണ്ടുപോരും. അപ്പോൾ ഇങ്ങനെയുള്ള ജീവന്മാർ, കർമാനുസാരിയായ ജീവന്മാർ പുണ്യപാപങ്ങളിൽ പെട്ടുടലുന്നു. പുണ്യത്തിലും പാപത്തിലും ഒരു പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കുന്നു. തന്നുടലെ തുറന്നു വിട്ടു പോകുന്നു. തൻ്റെ ഉടലുകൊണ്ട് ഈ പുണ്യവും അനുഭവിക്കുന്നു, പാപവും അനുഭവിക്കുന്നു. ഈ പുണ്യപാപങ്ങൾ അയാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നരകത്തിൽ ചെന്നിരുന്ന പാപത്തിൻ്റെ ഫലം ഉണ്ടെന്നു, സ്വർഗത്തിൽ ചെന്നിരുന്ന പുണ്യത്തിൻ്റെ ഫലവും നുകരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കർമ്മമാണ്. ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടായിരിക്കും അയാളുടെ ജീവിതഗതി. അതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഒരാൾ ഏത് തരത്തിലുള്ള കർമ്മമാണോ ചെയ്യുന്നത് അതനുസരിച്ച് പുണ്യപാപങ്ങൾ അയാളിൽ വന്നു പെടുന്നു. ആ പുണ്യപാപങ്ങൾ അനുസരിച്ച് സ്വർഗത്തിൽ ചെല്ലുകയോ നരകത്തിൽ ചെല്ലുകയോ ചെയ്യാം. അപ്പോൾ സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ തന്നെയാണ് എന്ന് ഓർക്കുക. ഞാൻ ഒരിക്കൽ വ്യാധഗീതയെ പറ്റി പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങൾ വിടർത്തി നിർത്തിയാൽ അതാണ് നരകമെന്നും പഞ്ചേന്ദ്രിയങ്ങൾ ഒതുക്കി നിർത്തിയാൽ അതാണ് സ്വർഗം എന്നും പറയുണ്ടായി.
അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കി പഞ്ചേന്ദ്രിയങ്ങളെ വരുതിക്ക് നിർത്തിയാൽ അവിടെ സ്വർഗത്തിലെ പുണ്യങ്ങൾ നുകരാൻ കഴിയും. ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ കടിഞ്ഞാണറ്റ് പായിച്ചു വിടുമ്പോൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോയാൽ പാപകർമ്മങ്ങളിൽ പെട്ടുഴലുമ്പോൾ അയാൾക്ക് നരകത്തിൽ ചെന്ന് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ നരകം എന്ന് പറയുന്നതും അതേപോലെ സ്വർഗം എന്ന് പറയുന്നതും പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക. പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കി നിർത്തുന്നതാണ് സ്വർഗം, പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുന്നതാണ് നരകം. ഇതാണ് പറയുന്നത്. പിന്നെ നോക്കൂ, വാക്കും വിചാരം വൃത്തി എന്നിവ ശുദ്ധമാണെന്ന് ഓർക്കൂ തന്നുള്ളം തിരുവുള്ളം ഇത്തിരുവുള്ളത്തിൽ. അപ്പോൾ തിരുവുള്ളം എങ്ങനെയുള്ളതാണ്? തിരുവുള്ളം അതായത് ആത്മാവ്, ശിവൻ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള മനസ്സുള്ളവരെയാണ്? വാക്കും വിചാരവും വൃത്തിയും ശുദ്ധമായിട്ടുള്ളവരെ. അപ്പോൾ ശിവൻ ആരെയാണ് സ്വീകരിക്കുന്നത്? ശുദ്ധിയുള്ളവരെ. എന്ത് ശുദ്ധി? വാക്ശുദ്ധി, പിന്നെ വിചാരശുദ്ധി, പിന്നെ പ്രവൃത്തിശുദ്ധി. ഈ 3 ശുദ്ധികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാക്ശുദ്ധി, വാക്കുകൾ എപ്പോഴും പവിത്രമായിരിക്കണം, സത്യമായിരിക്കണം, ദിവ്യമായിരിക്കണം, സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതാണ് വാക്ശുദ്ധി. പിന്നെ വിചാരം, വിചാരങ്ങളെപ്പോഴും അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നുള്ള വിചാരമാണ് ഉണ്ടായിട്ട്. പിന്നെ വൃത്തി, പ്രവൃത്തി, നിഷ്കാമ പ്രവൃത്തികൾ ചെയ്യണം. ഇങ്ങനെയുള്ളവരെയാണ് ശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. ഈ ശുദ്ധജീവന്മാർ ശിവന്റെ ഇരിപ്പിടമാണ്. ശുദ്ധനാം ശിവൻ നൃത്തമാടിയിടും അവിടെ ഹൃദയത്തിൽ. അവിടെ ഹൃദയത്തിൽ ശിവൻ നൃത്തമാടും. അപ്പോൾ വിശുദ്ധിയുള്ള, ശുദ്ധിയുള്ള ആത്മാക്കളിലാണ് ശിവൻ കുടികൊള്ളുന്നത്. ആ ശുദ്ധിയെ പറ്റി ഇവിടെ തിരുമൂലദേവൻ 3 ശുദ്ധികളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് വാക്ശുദ്ധി, അതേപോലെ തന്നെ വിചാരശുദ്ധി, പിന്നെ വൃത്തി പ്രവൃത്തിശുദ്ധി, കർമ്മശുദ്ധി. അപ്പോൾ ഈ 3 ശുദ്ധികളുമുള്ളവരുടെ ഹൃദയങ്ങളിൽ ശിവൻ വസിക്കുന്നു. അപ്പോൾ ശിവൻ വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ശുദ്ധിയുള്ള സ്ഥലം, വൃത്തിയുള്ള സ്ഥലം. ആ ശുദ്ധി എങ്ങനെയുള്ളതാണ്? വാക്ശുദ്ധി, വിചാരശുദ്ധി, കർമ്മശുദ്ധി. ഇത് 3 ഉള്ളവരിൽ ശിവൻ പ്രകാശിക്കുന്നു. ഇങ്ങനെയുള്ളവർ വളരെ വളരെ ദുർലഭമാണ്. വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെയുള്ള ആ 3 ശുദ്ധികളുമുള്ള മഹാജ്ഞാനികളെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ഔവ്വയാർ എന്ന കവയിത്രി ഇത് പാടുന്നുണ്ട്. രസകരമായ ചില സംഭവങ്ങൾ ഔവ്വയാറിൻ്റെ ജീവിതത്തിൽ വിവരിക്കുന്നുണ്ട്. ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ നേരിട്ട് ഔവ്വയാറെ കണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഔവ്വയാർ പറയുന്ന മറുപടി നമുക്ക് നോക്കാം. ഒരിക്കൽ സുബ്രഹ്മണ്യ സ്വാമി ചോദിക്കണം, ഔവ്വയെ ദുർലഭമായത് എന്താണ് എന്ന് ചോദിക്കണം. ഏറ്റവും ദുർലഭമായുള്ള എന്താണെന്ന് ചോദിക്കണം. അതിന് ഔവ്വയാർ ഉത്തരം പറയുകയാണ്, അല്ലയോ വേലായുധ, മനുഷ്യജന്മം അതിദുർലഭം. അങ്ങനെ മനുഷ്യൻ്റെ ശരീരം കിട്ടിയവരിലും ഊമയായും ചെവിടനായും കൂനനായും കുരുടനായും നപുംസനായും ഉള്ള കുറവുകൾ ഒന്നും കൂടാതെയുള്ള ജന്മം അതിലും ദുർലഭം. അങ്ങനെ കുറവുകളൊന്നും കൂടാതെ പിറന്നാലും ജ്ഞാനവും വിദ്യയും നല്ലവണ്ണം വന്നു ചേരുന്നത് ദുർലഭം. അങ്ങനെ അവ ഉണ്ടായാലും ദാനവും തപസ്സും ആചരിക്കുന്നത് അതിലും ദുർലഭം. ഇതാണ് കവിയാർ പറയുന്നത്. ദാനവും തവവും തരിത്തർക്കല്ലത് വാനവർ നാടുവാഴി തിറവാതെ എന്നാണ് കവിയാർ പറയുന്നത്. അപ്രകാരം ദാനവും തപസ്സും ആചരിക്കുന്നവർക്കല്ലാതെ മറ്റുള്ളവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടുകയില്ല. അപ്പോൾ ദാനകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ദാനവും തപവും, തപസ്സും ദാനവും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ വിരുന്നുകാർ, സ്വർഗസുഖം അനുഭവിക്കുന്നവർ. അപ്പോൾ ദാനത്തിനും തപത്തിനും, അതായത് ത്യാഗത്തിനും തപത്തിനുമാണ് ഏറ്റവും പ്രാധാന്യം ഔവ്വയാർ കൊടുക്കുന്ന. അങ്ങനെയുള്ളവർ
അത്യന്ത ദുർലഭമാണ്. അതുപോലെ തന്നെ ഷൺമുഖനോട് അവ്യാർ തുടർന്നും പറയുന്നുണ്ട്, ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവ്യാർ കൊടുത്ത മറുപടി കൂടെ നമുക്ക് നോക്കാം. ജ്വലിക്കുന്ന വേലിനെ ധരിച്ച അല്ലയോ സുബ്രഹ്മണ്യ, ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഭുവനം. ഭുവനത്തെക്കാളും വലുത് അതിനെ സൃഷ്ടിച്ച ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്ന് ഉത്ഭവിച്ചതായാൽ വിഷ്ണു തന്നെ വലുത്. എന്നാൽ വിഷ്ണു അലകടലിലെ ശയനം ചെയ്യുന്നതിനാൽ കടൽ തന്നെ വലുത്. അലകടലിനെ അഗസ്ത്യൻ കൈക്കൂമ്പിളിൽ ആക്കി ആഗമനം ചെയ്തതിനാൽ അഗസ്ത്യരാണ് ഏറ്റവും വലുത്. അഗസ്ത്യർ കുംഭത്തിൽ നിന്ന് സംഭവിച്ചതിനാകിയാൽ കുംഭം തന്നെ വലുത്. കുംഭമോ ഭൂമിയിൽ നിന്നുണ്ടായതിനാൽ ഭൂമി തന്നെ വലുത്. ഭൂമി 1000 തലകളുള്ള ആദിശേഷന്റെ ഒരു തലയ്ക്ക് ഭാരം. അതിനാൽ ആദിശേഷൻ തന്നെ വലുത്. ആദിശേഷൻ ഉമാദേവിയുടെ ചെറുവിരൽ മോതിരമായി കിടക്കുന്നു. അതിനാൽ ഉമാദേവിയാണ് വലുത്. ആ ദേവി ശിവന്റെ വാമഭാഗത്ത് അമർന്നിരിക്കുന്നതിനാൽ ഭഗവാൻ തന്നെ വലുത്. ശിവൻ തന്നെയാണ് വലുതെന്ന് പറയണം. എന്നാൽ ഭഗവാൻ ജ്ഞാനികളുടെ മനസ്സിൽ അമർന്നിരിക്കുന്നതിനാൽ ജ്ഞാനി തന്നെ വലുത്. ഭക്തനായ ജ്ഞാനി, ജ്ഞാനഭക്തൻ. ആ ജ്ഞാനഭക്തനാണ് ഏറ്റവും വലുത്. ജ്ഞാനഭക്തന്മാരുടെ പെരുമയെ പറഞ്ഞറിയിക്കാൻ ഒരിക്കലും ആർക്കും കഴിയില്ല. അപ്പോൾ ജ്ഞാനഭക്തിയാണ് ഏറ്റവും വലുത്. ജ്ഞാനഭക്തനാണ് ഏറ്റവും വലിപ്പമുള്ളവൻ എന്നാണ് ഇവിടെ അവ്യാർ സുബ്രഹ്മണ്യ ഭഗവാനോട് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഇവിടെ ദാനവും തപവും, ത്യാഗവും തപവും അതേപോലെ ജ്ഞാനവുമാണ് സർവശ്രേഷ്ഠം. ഇതൊക്കെ ഉള്ളവർ വളരെ വളരെ കുറവാണ് എന്നാണ്. പ്രാചീന കാലം മുതൽ തന്നെ ജ്ഞാനികൾ വളരെ കുറവാണ് എന്ന് അവ്യാറെ പോലെയുള്ള കവികൾ പാടുന്നു. ഓം ശിവായ തിരുമൂലദേവായ നമഃ.